എല്ലാവർക്കും പിങ്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിചയപ്പെടുത്താം. എന്റെ പേര് ജാസ്മിൻ. പലർക്കും എന്നെ അറിയുന്നതാണ്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പരിചയപ്പെടുത്താം. എന്റെ പേര് ജാസ്മിൻ. സ്ഥലം തിരുവനന്തപുരത്താണ്. ഞാൻ ടീച്ചിങ്ങും ട്രെയിനിങ്ങുമാണ് എന്റെ മേഖല. പിന്നെ കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? കേൾക്കാം. ഓക്കെ. നമ്മുടെ പിങ്ക് ജോബിൽ നമുക്ക് സെയിൽസ് ട്രെയിനിങ് ഒക്കെ തരുന്നത് നമ്മുടെ ഫൈസൽ CSR ആണ്. വിംബിൾ അക്കാഡമി ഫൗണ്ടറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും ട്രെയിനറും മാസ്റ്റർ ട്രെയിനറും സൈക്കോളജിസ്റ്റും അതുപോലെ കൗൺസിലറുമാണ് അദ്ദേഹം. പിന്നെ അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ നബില മാം ആണ്. ഞാൻ ഈ കമ്പനിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത് സുഹൈന TK ആണ്. മാം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ട്രെയിനർ ആണ്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്. മാമിനെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പിങ്ക് ജോബ് എന്താണെന്ന് ഒന്നുകൂടി പരിചയപ്പെടുത്താം. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. അതായത് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു നാപ്കിൻ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ നാപ്കിന്റെ ബിസിനസ് ആണ്. പല സ്ത്രീകളും അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ജില്ലകളിലെ സ്ത്രീകളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ഇതിന്റെ ഈ ബിസിനസ്സിനൊപ്പം തന്നെ ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് മൈൻഡ് പവർ വേണം. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി ഒക്കെ വേണം. ചിലർ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവിടെ നമ്മള് ഈ ഒരു ജോബിനൊപ്പം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാല് എല്ലാ അർത്ഥത്തിലും അവള് ശാക്തീകരിക്കപ്പെടണം. അതായത് മെന്റലി, ഫിസിക്കലി. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു ജോബ് കിട്ടി, കുറെ ക്യാഷ് കിട്ടിയെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടൂല. അവൾക്ക് അവളുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളൊരു ടീമായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഓടിച്ചെല്ലാം നമ്മുടെ ഫൈസൽ സാർ ഉണ്ട്. അതുപോലെ നമുക്ക് എന്ത് കാര്യത്തിന് നബില മാം ഉണ്ട്. പിന്നെ ഇവിടെ കോർഡിനേറ്റർ ആയിട്ട് ഞാനുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ നമുക്ക് നല്ല ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ അർത്ഥത്തിലും അവരുടെ എല്ലാ വിഷമങ്ങളിലും നമ്മൾ കൂടെ നിന്നുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇതിന്റെ ഒരു അവയർനെസ് സെക്ഷൻ ആയിട്ട് നമ്മൾ പല ക്ലാസ്സുകളും പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. പിങ്ക് ഹബ് എന്ന പേരിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് 13ാമത്തെ സെക്ഷനാണ്. അപ്പൊ മാമിനെ ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ജാസ്മിൻ മാം. ഓക്കെ, ആദ്യം എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വീഡിയോയിൽ വരിക. ഓക്കെ താങ്ക് യു. ഓക്കെ, പിങ്ക് ജോബ് എന്നിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം തന്നിട്ടുള്ള ടീമിന് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റിന് ഞാൻ ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം എന്നെ കേൾക്കാൻ ഈ ഒരു സമയത്ത്, സത്യത്തിൽ നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഒരുത്തിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ നേടണം അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഒരു അപ്ഡേഷൻ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് പുതിയ അറിവുകളൊക്കെ നുകരാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പാരന്റ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഹൈന, കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ റെമഡിയൽ ടീച്ചറാണ്. ത്രൈവ് ലൈഫ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം TA ട്രെയിനർ ആണ്. അതോടൊപ്പം ഹീലിംഗ് സോൺ എന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് ട്രെയിനർ ആയിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്നെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മാം ഇവർക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ മാം? ഉണ്ട്. ഓക്കെ. എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോയിൽ വരാൻ നോക്കൂ. നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാൻ ഇവര് വരുന്നത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നാൽ അത് വളരെ ഉപകാരമാണ്. മാം ഇത് സ്ത്രീകൾ മാത്രമാണോ? അതെ. ഓക്കെ. പിന്നെന്താ മടി? ഇവരൊക്കെ വീഡിയോ ഓഫിലാണല്ലോ, ഒരുപാട് പേര് വീഡിയോ ഓഫിലാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ ഓൺ ചെയ്തു. അതൊരു കോൺഫിഡൻസിന്റെ ഭാഗമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തോളൂ.
ഓക്കെ. കിച്ചണിലായതുകൊണ്ടാ വീഡിയോ ഓൺ ചെയ്യാത്തെ. ഇങ്ങനത്തെ ക്ലാസ്സിനൊക്കെ വരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ നമ്മളൊന്ന് ഫ്രീ ആവണ്ടേ. ഓക്കെ, എനിവേ നമുക്ക് സെഷനിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നമ്മളെ പിന്നെ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? എനിക്ക് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതായിരുന്നു നമ്മളെ ക്യാപ്ഷൻ എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണല്ലോ. മക്കളകലാതിരിക്കാൻ അറിഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ ഇംഗ്ലീഷിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ ചിൽഡ്രൻ അല്ലെ. എങ്ങനെയാണ് നമ്മളെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷനിൽ മക്കൾ എത്ര പാരന്റിങ് സെഷൻ കേട്ട് കഴിഞ്ഞാലും എത്ര അവയർനെസ് ക്ലാസ് കേട്ട് കഴിഞ്ഞാലും നമ്മളെ മക്കളെ വിഷയത്തിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഏരിയയാണ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അല്ലേ. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂട്ടോ. നിങ്ങളെ ഫേസ് കാണുന്ന സമയത്തേ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നിങ്ങളടുത്ത് ശരിക്കും നമുക്കൊരു ഇന്ററാക്ഷനിലൂടെ പോകട്ടെ. ഞാൻ കുറെ അങ്ങോട്ട് പറയുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പുറമായിട്ട് എനിക്ക് കുറെ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ടാവും, എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ നിങ്ങൾക്കും കിട്ടാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്താ പറയാ, ദൈവം ഇന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങളും എന്റെ കൂടെ സഞ്ചരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാന്നാണല്ലോ നമ്മുടെ ടോപ്പിക്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ? പറ്റുന്നവര് അറിയുന്നവരൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അറിയില്ല, ആർക്കും അറിയില്ല എന്താണ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് അല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ്സസ് ഇടപഴകുക എന്നുള്ളൊരു. പറഞ്ഞോളൂ കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞ ആള്. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക എന്നുള്ളൊരു ഇതല്ലേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. മറ്റുള്ളവരായിട്ട് ഇടപഴകുക എന്ന് പറയും, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് അല്ലെ, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന മെസ്സേജിനാണ് നമ്മൾ എന്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഏതൊക്കെ രീതിയിൽ ഞാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മക്കളുമായിട്ട് എത്രത്തോളം കണക്ട് ആയി കിടക്കുന്നു എന്നുള്ളത് കേട്ടോ. ഈ ഒരു ഇൻട്രോ കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നും നമ്മളെ കുട്ടികളായിട്ട് മിങ്കിൾ ആവോ ഈ ഒരു ടോപ്പിക് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുമായിട്ട്? തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. യെസ്, ടോക്കില്. പിന്നെന്താണ് ഉദ്ദേശിച്ചത്? ഗസ്റ്റേഴ്സോ? ഗസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. ഗസ്റ്റേഴ്സ്. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല, പറയാൻ പറ്റാത്തവർക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. സംസാരത്തിലൂടെയും ആംഗ്യത്തിലൂടെയും അതുപോലെ ഒന്ന് തല ഇങ്ങനെ ആട്ടിയാൽ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതിന് പകരം. അപ്പൊ ഏത് രീതിയിൽ നമുക്കത് അടുത്ത് നിൽക്കുന്ന ആളിനെ നമുക്ക് സംസാരിക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതെ, നമുക്ക് ശരിക്കും 3 രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അതായത് ഒന്ന്, വേർഡ്സിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു മെത്തേഡ് വേർഡ്സിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ മെത്തേഡാണ് ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആംഗ്യഭാഷ, ശരീരത്തിന്റെ ആംഗ്യഭാഷയിലൂടെ നമുക്ക് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൂന്നാമത്തേതാണ് ട്യൂണിങ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്യൂണിങ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ വേർഡ്സിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ചിലരൊക്കെ വിശ്വാസം ഉണ്ടാവും വേർഡ്സിലൂടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വേർഡ്സിലൂടെ എത്ര ശതമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, ആ സംഖ്യ നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഉപയോഗിക്കാം എത്രയാണെന്നുള്ളത്. വേർഡ്സിലൂടെ നമ്മൾ എത്ര പെർസെന്റേജ്, 100-ൽ എത്ര പെർസെന്റേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്? വേർഡ്സിലൂടെ നമ്മൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഏകദേശം എത്ര പെർസെന്റേജ് ഉണ്ടാവും? ചാറ്റ് ബോക്സ് ഉപയോഗിച്ചോളൂ. ഓക്കെ, 80%.
50, then ഓക്കെ 80%, 50% അല്ലേ? ബാക്കിയുള്ളവർക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണോ? ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ശരിക്കും അത് നമ്മളെ തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് സ്ത്രീകൾ നല്ല സംസാരപ്രിയരായിരിക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ്. എന്താ പറഞ്ഞത്? 100%. ഓക്കെ ഗുഡ്. ശരിക്കും നമ്മള് 100%-ല് ഓൺലി 7% മാത്രമാണ് നമ്മൾ വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 55% നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്? ബോഡി ലാംഗ്വേജിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ട്യൂണിങ് എന്നൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 38% ആണ്. ഏറ്റവും കുറവ് വാക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ അല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് നമ്മളടുത്തൂടെ എങ്ങോട്ടൊന്ന് പോവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കും. ജസ്റ്റ് അവിടെ വാക്കിന്റെ ആവശ്യമില്ല അല്ലെ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്. ഇനിയിപ്പോ നമ്മളൊരു കല്യാണം വിട്ട് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരടുത്ത് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചാലപ്പോ എന്തായി അർത്ഥം? നിങ്ങൾ കഴിച്ചോ എന്നൊരു അർത്ഥം വരുന്നുണ്ട് അല്ലെ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സെയിം ആക്ഷനിൽ രണ്ട് മീനിങ് വരുന്നുണ്ട് അവിടെ അല്ലേ? അപ്പൊ നമ്മളത് ശരിക്കും പറഞ്ഞാല് പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ വീടുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ ഭർത്താക്കന്മാർ ഇപ്പൊ 2 ദിവസമൊക്കെ പുറത്തു പോയി നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ മക്കളുടെ അടുത്ത് പറയും, ഇപ്പൊ ഉപ്പന്റെ അടുത്തൊക്കെ പോവണ്ട കേട്ടോ, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് പോവണ്ട. കേൾക്കണേ. ഇങ്ങനെ കേൾക്കുന്നില്ലേ? ചില ടൈമിന് ചെറുതായിട്ടാ കേൾക്കണേ. ഇനി റേഞ്ചിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ? നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ മാം? അപ്പൊ നമ്മളെ ഭർത്താക്കന്മാരാണെങ്കിലും ഇപ്പൊ നന്നായിട്ട് ക്ഷീണിച്ചിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇരുന്നിട്ട് റൂമിൽ കിടക്കുകയാണെങ്കിൽ നമ്മളെ അടുത്ത് സ്വാഭാവികമായിട്ടും പറയും, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട കേട്ടോ, ഇപ്പൊ നല്ല ഉറക്കാണ്. ആ ഉറക്കാണെന്ന് പറഞ്ഞ സമയത്ത് ആ ബോഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നല്ല ക്ഷീണത്തിലാണ്, സൗണ്ട് ഉണ്ടാക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഫുൾ ടൈം എന്താണ്, നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മളെ വേർഡ്സ് ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ തലയാട്ടുന്നത്, അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ് നിങ്ങൾ കാണിക്കുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാലും ഇപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ മക്കളെ അടുത്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതും, അവരുടെ പഠന വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ കരിക്കുലം വിഷയത്തിൽ അവരുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, ശരിക്കും പറഞ്ഞാൽ നമ്മള് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ മക്കളടുത്ത് വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് സംസാരിക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു മക്കളടുത്ത് എന്തെങ്കിലും ഒരു വിഷയം പറയുകയാണെങ്കിൽ നീ അത് എടുത്ത് കൊണ്ടുപോവാ എന്നുള്ള രീതിയിൽ നമ്മൾ നോർമൽ ലെവലിൽ സംസാരിക്കും. അതേ സമയത്ത് ഇത് ട്യൂണിങ്ങിലേക്ക് വരുന്ന സമയത്ത്, കമ്മ്യൂണിക്കേഷൻ ട്യൂണിങ്ങിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളിപ്പോ എൻഗേജ്ഡ് ആയി, അപ്പൊ നമ്മളെ വീടിന്റെ അകത്തേക്ക് നമ്മൾ എന്തോ ബിസിയിലാണ്, അപ്പൊ നമ്മളെ മക്കള് നമ്മളറിയാതെ അടുത്ത വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മളെ ബിസിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ മോനാണോ മോളാണ് ആരെങ്കിലും ആയിക്കോട്ടെ, തിരിച്ച് അവരുടെ വേറെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും അവരോട് ഫസ്റ്റ് പറയാ? നമ്മൾ കാണാതെ അവര് പോയതാണ്, നമ്മൾ എന്തായിരിക്കും അവരടുത്ത് പറയാ? എന്ത് പറയും നമ്മൾ ഫസ്റ്റ് തന്നെ? ഒരു നോർമൽ പോയത് വേണ്ടേ പോവാൻ, എന്നോട് അപ്പളേ പറഞ്ഞതല്ലേ പോവരുത് എന്ന് അങ്ങനെ പറയും നമ്മള്. പോവണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയി, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ടഫായിട്ട് സംസാരിക്കും അല്ലേ? അതേസമയം ഇതേ സംഭവം തന്നെ നമുക്ക് എങ്ങനെ സംസാരിക്കാം? ഞാൻ പറഞ്ഞില്ലായിരുന്നോ പോവണ്ടാന്ന്, പിന്നെ എന്തിനാ അമ്മേന്റെ കണ്ണ് വെട്ടിച്ച് പോയത് എന്ന് നമുക്ക് സംസാരിക്കാം. സംഭവം ഒരേ വാക്ക് തന്നെ രണ്ട് ട്യൂണിൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷനിലെ വേർഡ്സിലെ ട്യൂണിങ് എന്ന് പറഞ്ഞാല് അല്ലെ? അപ്പൊ ആദ്യത്തെ രീതിയിൽ നമ്മൾ നല്ല ടഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് അപ്പളേ പോവണ്ടെന്ന് പറഞ്ഞല്ലേ, എന്തിനാ എന്റെ കണ്ണ് വെട്ടിച്ച് പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മക്കള് നമ്മളെ അടുത്തേക്ക് വരുവോ? അവര് പെട്ടെന്ന് അവിടെ നിന്ന് എന്താവും? ഇപ്പൊ ഉമ്മന്റെ അടുത്തേക്ക് പോയാല് ശരിയാവില്ല, ലേശം ചൂടിലാണ് ആളെന്ന് വിചാരിക്കും അല്ലെ?
അതേസമയത്ത് രണ്ടാമത്തെ മെത്തേഡിൽ ഉമ്മന്റെ മോൻ എന്തിനാണ് അല്ലെങ്കിൽ ഉമ്മന്റെ മോൾ എന്തിനാണ് അങ്ങനെ പോയത്, അങ്ങനെ പോകാൻ പറ്റുമോ, നമുക്ക് സങ്കടാവൂലേ, ടെൻഷൻ ആവൂലേ കാണാതിരുന്നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവരെന്താവും, സ്വാഭാവികമായിട്ടും നമ്മളെ അടുത്തേക്ക് വരും അല്ലെ. അവിടെയാണ് ശരിക്കും നമ്മൾ ആ ഒരു എന്താ പറയാ പാരന്റ്സ് കുട്ടികൾ ചിൽഡ്രൻസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒന്നും കൂടി ഒന്ന് ബോണ്ട് ആവുക. എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ മക്കൾ നമ്മളെ അടുത്ത് നിന്ന് മറച്ചു വെക്കാന്നുള്ള കംപ്ലൈന്റ് ഉണ്ടാകണ്ടല്ലോ പാരന്റ്സിന്റെ അടുത്ത്. നമ്മളെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ മൂലമായിരിക്കും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവര് നമ്മളെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. പിന്നെ അതുപോലെ ബോഡി ലാംഗ്വേജിലൂടെ ആണെങ്കിലും പിന്നെ മക്കളുടെ അടുത്ത് നമ്മൾ ഇടപെടുന്ന സമയത്ത് മാക്സിമം അവരെ തൊട്ട് തലോടിയൊക്കെ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അപ്പൊ ആർക്കും അങ്ങനെ സമയം ഉണ്ടാവില്ല മക്കളെ തൊട്ട് എങ്കിലും ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് വരെ അവരെ എടുക്കാന്ന് പറയും അല്ലെ. ഇന്നൊന്ന് എടുക്കുവോ, എന്റെ മോളൊക്കെ അങ്ങനെ ചോദിക്കും, എനിക്ക് 8 വയസ്സുള്ള മോളുണ്ട്, ഇന്നൊന്ന് എടുക്കുവോ അമ്മാന്ന് ചോദിക്കും വെറുതെയെങ്കിലും. എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ തൊട്ട് തലോടുക, ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, അവരെ കിസ് ചെയ്യുക. ആ ഒരു ടച്ചിങ് നമ്മളെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ. പിന്നെന്താണ്, അതുപോലെ പിന്നെ നമ്മൾ മക്കൾക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് പോസിറ്റീവ് സ്ട്രോക്ക് എന്നുള്ളത്. സ്ട്രോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സ്ട്രോക്ക്? ഇപ്പൊ ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ സൈക്കോളജി ലെവലിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അധിക പാരന്റ്സും അങ്ങനെയാണല്ലോ, പഠിക്കാൻ ഫോർവേഡ് വരുന്നവരായിരിക്കും. അപ്പോ എന്താണ് സ്ട്രോക്ക്? എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൊടുക്കാം. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രിസിയേറ്റ് ചെയ്യുക, അതിനെ ഒന്നുകൂടി എന്താ പറയാ അവർക്കൊരു ഇപ്പം പിന്നെ എന്താ പറയാ അതൊന്ന് പ്രൊമോട്ട് ചെയ്യാം. അതെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളിലുള്ള ക്വാളിറ്റി, പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി എടുത്തു പറയാ അല്ലെ. നമുക്കൊക്കെ ചില സമയത്തുണ്ടാവും നമ്മളെ നന്മ ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ നമുക്ക് അവരോട് നല്ല ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെയാണ് മക്കളെ അവസ്ഥ. നമ്മളിപ്പോ നമ്മളെ ഹസ്ബൻഡിന് എല്ലാ ദിവസവും സാധാരണ ചോറ് ഉണ്ടാക്കി കൊടുത്തു, ഒരു ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, അവര് വേഗം എന്താ പറയാ, ചിലര് ഒരു നോർമൽ ലെവലിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറയും, അതിലെ കുറ്റം പറയാതെ അതിലെ നന്മകൾ എടുത്ത് പറയുന്നവരുണ്ടാവും. നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. നമ്മളെ ഭർത്താക്കന്മാർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോ നന്നായിട്ടില്ലെങ്കിൽ അടുത്ത സമയം നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി ബെറ്റർ ആക്കാം, എന്നാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതന്നെയാണ് ശരിക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാൻ നല്ല ആഗ്രഹിക്കില്ല. നിങ്ങളൊക്കെ നിങ്ങളെ മക്കൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. അവരില് നല്ല ക്വാളിറ്റി എടുത്ത് പറയലുണ്ട് അവരുടെ അടുത്ത്? പറയാറുണ്ട്. ഓക്കെ, ആരൊക്കെയാണ് ഇതില് പോസിറ്റീവ് സ്ട്രോക്ക് മക്കളെ ക്വാളിറ്റി എടുത്ത് എഴുതിയിട്ട് അവരുടെ അടുത്ത് പറയുന്നവരുണ്ടോ ഉറങ്ങുന്നതിന് മുന്നേ? പറയലുണ്ട്. ഒരു ദിവസം നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തേക്ക്. നമ്മളെ മക്കളെ നല്ല ക്വാളിറ്റി, ഒരുപാട് കുരുത്തക്കേടൊക്കെ മക്കളെ കയ്യിലുണ്ടാകും, പക്ഷെ എങ്കിലും ഒരു നന്മയെങ്കിലും ഒരു ദിവസം ചെയ്യാത്ത മക്കൾ ഉണ്ടാവില്ല. അവരിലെ പോസിറ്റീവ് യെസ് വെരി ഗുഡ് പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന എന്താ പറയുക, നമ്മൾ അത് എഴുതിയിട്ട് ഉറങ്ങുന്നതിന് മുന്നേ നമ്മളെ മക്കളടുത്ത് നമ്മൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് നല്ല ചേഞ്ച് ഉണ്ടാവും. അവരുടെ പഠനത്തിലാണെങ്കിലും അവരുടെ അല്ലാത്ത എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മികവിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്ന സമയത്ത് അവരെ ബ്രെയിൻ നന്നായിട്ട് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും ഇല്ലേ. ഈ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, 3 വിധത്തിൽ നമുക്ക് കൊടുക്കാം സ്ട്രോക്ക്. ഏതൊക്കെയാണെന്നറിയോ? നമുക്ക് പോസിറ്റീവ് ലെവലിൽ കണ്ടീഷണൽ ആയിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കാം, അതുപോലെ പോസിറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് കൊടുക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയലുണ്ടല്ലോ, 10ാം ക്ലാസ്സിൽ ഇപ്പൊ അങ്ങനെയല്ലേ ട്രെൻഡ്, 10ാം ക്ലാസ്സിൽ എക്സാമിൽ പരീക്ഷ എഴുതി ഫുൾ A+ കിട്ടിയാൽ ബൈക്ക് വാങ്ങിത്തരാം അല്ലേ. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. ശരിക്കും 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമോ, അല്ലെങ്കിൽ ഒരു 15 വയസ്സ്, നമുക്ക് 18 വയസ്സാണല്ലോ ലൈസൻസ് കിട്ടണമെങ്കിൽ, അതൊന്നും ഇല്ലാത്ത പ്രായത്തിൽ നമ്മൾ വെറുതെ അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് ശരിക്കും എന്ത് പോസിറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു കണ്ടീഷൻ വെക്കുക, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ വെക്കുക നമ്മളെ മക്കളുമായിട്ട്. ഫുൾ A+ കിട്ടിയാൽ ബൈക്ക് വാങ്ങിത്തരാം, അല്ലെങ്കിൽ അവിടെ പോയാൽ ഞാൻ ഫോൺ വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇന്ന സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന സംഭവം വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് എടുക്കാം അല്ലേ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് എന്ത് പോസിറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാല്. നിങ്ങളൊക്കെ അങ്ങനത്തെ കണ്ടീഷൻ വെച്ച് കൊടുക്കലുണ്ടോ മക്കൾക്ക്?
ഓ ഉണ്ടാവും, ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മാക്സിമം വീഡിയോയിൽ വരിക, മാക്സിമം വീഡിയോയിൽ ഒന്ന് സംസാരിക്കുന്ന സമയത്താണ് ഇന്ററാക്ഷൻ കിട്ടുക. സജിന എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിക്കുന്നുണ്ട്. ഫുൾ A+ കിട്ടിയപ്പോൾ ബൈക്ക് വാങ്ങി കൊടുത്തു, നിങ്ങളെ ഓ ബൈക്ക് വാങ്ങി കൊടുത്തു. ഇപ്പം തന്നെ ഒരു ഫോൺ വാങ്ങി കൊടുത്തു നിൽക്കുക. അപ്പൊ ഫോൺ വാങ്ങി കൊടുത്തു. അത് ശരിക്കും ഫസ്റ്റ് മാർക്കിന് അത് ഒരു തരത്തിൽ നെഗറ്റീവ് ആണ്, ഒരു തരത്തിൽ അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ ഏതായാലും അർഹതപ്പെട്ട ആളായപ്പോ പിന്നെ കൊടുക്കേണ്ടി വന്നു. ഡിഗ്രിക്കൊക്കെ ആവുമ്പോ ഇനി കൊടുക്കാക്കാൻ വയ്യല്ലോ. ഡിഗ്രി പിന്നെ വലിയ കുഴപ്പമില്ല. 10ാം ആ ക്ലാസ് സമയത്ത് നമ്മൾ പോസിറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാല് അവർക്കൊരു പക്വത ഇല്ലാത്ത പ്രായമാണല്ലോ, ഏത് രൂപത്തിലാണ് അത് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. അവരെവിടെയെങ്കിലും പോയി ചെന്ന് ചാടിക്കഴിഞ്ഞാല് നമ്മൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അല്ലെ. അപ്പം അതാണ് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷണൽ സ്ട്രോക്ക്. ഇനി അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ, ഒരു വ്യവസ്ഥയും വെക്കാതെ അല്ലെ, ഒരു വ്യവസ്ഥയില്ല, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ മക്കളെ അടുത്ത് നിന്ന്. ഒരു വ്യവസ്ഥയും വെക്കാതെ നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യാം, അവർ എത്ര തെറ്റ് ചെയ്താലും, അതായത് അവര് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാം. ചില സമയത്ത് മക്കളെ കൂടി ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഉമ്മന്റെ നല്ല കുട്ടിയാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കെല്ലാം ഇഷ്ടമല്ലേ, നമ്മളെ ഭർത്താക്കന്മാർക്ക് നമുക്കറിയാം ഓൾറെഡി നമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മൾ ഇഷ്ടമാണ് എന്നുള്ളത്. എന്നാലും ചില സമയത്ത് അവര് നമ്മൾ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ. നമുക്ക് ഓൾറെഡി അറിയാം അവർക്ക് നമ്മളെ ഇഷ്ടമാണ്. എന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഈ എന്നെ കിട്ടിയതിന്റെ ഭാഗ്യാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ലഡു പൊട്ടും ഇല്ലേ. അതുപോലെ തന്നെയാണ് മക്കളെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പരമാവധി ചേർത്ത് പിടിക്കാം. എന്നിട്ട് അവരുടെ അടുത്ത് പറയാം, എനിക്ക് നല്ല ഇഷ്ടമാണ്, ഉമ്മന്റെ മോനെ കിട്ടിയത് അല്ലെങ്കിൽ ഉമ്മന്റെ മോളെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്, മിടുക്കിയാണ്, ഗ്രേറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്നൊക്കെ നമ്മൾ വെറുതെ പറയും. നിങ്ങളൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ആ ഗുഡ് ബൈ എന്നൊക്കെ കേട്ടാൽ ഭയങ്കര നമ്മൾ എന്തോ ഒരു വലിയൊരു സമ്മാനം കൊടുത്തത് പോലത്തെ ഫീലിങ്സ് ആണ്. അവർക്ക് പിടിച്ചു കയറാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു വാക്ക് മതിയാവും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക്. ഇതൊക്കെ നമ്മൾ മക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്, നിങ്ങൾ ഇത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കണം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെയാണ് നെഗറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക്. നെഗറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? നമ്മളെ മക്കൾ ഇപ്പം സ്കൂളിൽ ഇപ്പൊ 4 വിഷയത്തിൽ ഒരു എക്സാം എഴുതി, 4 വിഷയം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ 3 വിഷയത്തിൽ ഇപ്പൊ ഔട്ട് ഓഫ് 50 3 വിഷയത്തിൽ നമ്മളെ കുട്ടിക്ക് 50 മാർക്ക് ഉണ്ട്, ഒരു വിഷയത്തിൽ മാത്രം 40 ആയിപ്പോയി. ഈ കുട്ടി ഈ പേപ്പറുമായിട്ട് നമ്മളെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ കുട്ടിന്റെ മനസ്സിൽ എന്താ, നമ്മളെ മക്കളെ മനസ്സിൽ എന്താ ഉണ്ടാവുക, ഈ 4 വിഷയത്തിൽ 50 ഉള്ളതിൽ ഉമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളെ അടുത്തേക്ക് വരുന്ന സമയം ഡോറ് തുറന്ന് പേപ്പറും ഇങ്ങോട്ട് ആകാംക്ഷയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് അറിയും, 5 പേപ്പറും ഇങ്ങോട്ട് എടുത്തിട്ട് 4 എണ്ണത്തിൽ 50 ഉള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കോപ്പിയുള്ളത് നമ്മൾ അങ്ങോട്ട് പറയും, ബാക്കി 10 എവിടെ പോയി നോക്കും. ഒരു വിഷയത്തിൽ മാത്രം ഈ ബോധം കിട്ടുപോയോ നോക്കും ഇല്ലേ. നമ്മൾ ചോദിക്കുക അങ്ങനെ, നമ്മൾ മനുഷ്യൻ അങ്ങനെയാണ്, പെട്ടെന്ന് തെറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മയിലേക്കായിരിക്കും നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് പറയും, ഒരു വിഷയത്തിൽ മാത്രം ഫുള്ള് മാർക്ക് വാങ്ങിയില്ലല്ലോ, അതിനെക്കൊണ്ട് ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, ഫുൾ മാർക്ക് വാങ്ങാത്തോണ്ട് ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എഴുതാത്തോണ്ട് ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. അതാണ് എന്ത് നെഗറ്റീവ് കണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ ഈ കുട്ടിന്റെ മൈൻഡിൽ എന്താ ഉണ്ടാവുക, ഞാൻ ഇതൊക്കെ നേടിയിട്ടും ഉമ്മന്റെ ക്വാളിറ്റി കണ്ടില്ല, അല്ലെ ഉമ്മന്റെ പോസിറ്റീവ് കണ്ടില്ല എന്ന് പറയും. അത് അവരെ ബാക്കോട്ട് വലിക്കുക. ഫോർവേഡ് പോകാൻ വിചാരിക്കുന്ന മക്കൾ വരെ എന്താവും, നമ്മൾ ആ ഒരു കുഞ്ഞു വാക്ക് കാരണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇടപെടൽ കാരണം ബാക്കോട്ട് പോകുന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ പറയലുണ്ടോ, മക്കൾ ഓടി വരുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കുത്തിച്ചു അങ്ങോട്ട് ചോദിക്കല്, എടുത്തു പറയാതെ ചിലര് ഉണ്ടോ? സജിന അവരൊക്കെ ഭയങ്കര ചിരിയാണ്, ഉണ്ടോ അങ്ങനെയൊക്കെ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ കുറെ ക്ലാസ്സുകളൊക്കെ കേട്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല, എങ്ങനെ പാരന്റിങ് നടത്തണം മക്കളുള്ളത്. ഉറപ്പായിട്ടും പഠിക്കുന്നവരാണല്ലോ. അതെ, എങ്ങനെ മക്കളെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരുവിധ ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ പറയാം. പണ്ടത്തെ പോലെ ആ ഒരു 4 ചുമരിന്റെ ഉള്ളിലല്ല ഇപ്പോൾ. ആ 4 ചുമരിന്റെ ഉള്ളിലാണെങ്കിലും നമ്മളൊക്കെ ഒരുപാട് ഫോർവേഡ് ആവണം എന്നുള്ള ചിന്തയിൽ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ എങ്കിലും ഇപ്പോഴും ഉണ്ടാവും അവിടെയും ഇവിടെയും ആയിട്ട് കുറച്ച് പൊടിപടലങ്ങളൊക്കെ അല്ലേ. ഓക്കെ, ഇനി അതുപോലെയാണ്
മൂന്നാമത്തെ സ്ട്രോക്ക് ആണ് നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ. എന്താ അങ്ങനെ പറഞ്ഞാല് നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്കൊക്കെ ഇതിനു മുന്നേ? ഇല്ല. നെഗറ്റീവ് അൺകണ്ടീഷണൽ കേട്ടിട്ടില്ല, ബാക്കിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതന്നെ, എന്നെ ഒന്നിനും പറ്റൂല, കമ്പാരിസൺ ചെയ്തിട്ട് അങ്ങോട്ട് പറയാം പൊട്ടനാണ്, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ മക്കളെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ? ഈ ഉണ്ടായ അന്ന് മുതലേ ചില അമ്മമാര് പറയുന്ന കേൾക്കുന്നുണ്ട്, ഉണ്ടായ അന്ന് മുതലേ എനിക്ക് കഷ്ടകാലാണ് അല്ലെ, എന്റെ വിധിയാണ്, എന്റെ തലവിധിയാണ്, ഏത് നേരത്താണ്, വാക്യം പറയണ്ടല്ലോ അല്ലെ. അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ മക്കളെ കൊണ്ട് പറയും. അതാണ് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്ക്, നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാല്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സ്ഥിരമായിട്ട്, നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് എന്താണോ കേൾക്കുന്നത് അത് നമ്മൾ അങ്ങനെ തന്നെ ആയിട്ട് ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളെ മക്കളെ പറ്റി നമ്മൾ നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ മക്കളായിത്തീരും അല്ലെ. മാക്സിമം നമ്മളെ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമാണ് എന്ത്, നെഗറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്ക് കൊടുക്കുക എന്നുള്ളത്, കൊടുക്കാതിരിക്കുക എന്നുള്ളത് മക്കൾക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിൽക്കുന്ന ബോർഡ്. മാം എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? ജാസ്മിൻ മാം കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, എന്റെ ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ മാം? കാണാലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യട്ടോ. ഓക്കെ, അത് ഞാൻ മാറ്റി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായപ്പോ അത് എഴുതിയത് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ശരിയാണ്. എങ്ങനെ? രണ്ടാമത്തെ എഴുതിയത് തെറ്റല്ലേ? രണ്ടാമത്തെ എഴുതിയത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്. 3 ശരിയാണ്. 3 ശരിയാണ്. വെരി ഗുഡ്. അടുത്തത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ധൈര്യമായിട്ട് സംസാരിക്കാം. ഹസീന, സജ്ന, ഇവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. സുനിത, ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ കർട്ടന്റെ ബാക്കിൽ ഇരിക്കരുത്, നമ്മൾ കർട്ടന്റെ മുന്നിലേക്ക് വരേണ്ടവരല്ലേ. ഓക്കെ. അപ്പം ഒരാള് പറഞ്ഞു 3 ശരിയാണ്, രണ്ടാമത് എഴുതിയത് തെറ്റാണെന്നല്ലേ. രണ്ടാമത് എഴുതിയത് തെറ്റാണ്. മനുഷ്യന്മാരുടെ സ്ഥിതി അങ്ങനെയാണ്, പെട്ടെന്ന് നമ്മളെ പോരായ്മകളിലേക്കാ പോലെ. 3 ശരിയാണെന്ന് പറഞ്ഞതാണ് ശരിക്ക് എന്ത്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല്. പോസിറ്റീവിലേക്ക് നോക്കുന്നവരാണ് പെട്ടെന്ന് എന്ത് ക്യാച്ച് ചെയ്യാം, അതിലത്തെ പോസിറ്റീവിനെ ക്യാച്ച് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മളെ സ്ഥിതി, നമ്മളെല്ലാരെയും സ്ഥിതി ഇങ്ങനെയാണ്. നമ്മളെ തെറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ പോരായ്മ എന്തുണ്ട് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലേ? അത് എഴുതിയ സമയത്ത് എനിക്കറിയാഞ്ഞിട്ടാണോ 5 ഉം 4 ഉം 9 ആണെന്നുള്ളത്? ഇല്ലല്ലോ.
അത് നമ്മൾ മനഃപൂർവ്വം അവിടെ എഴുതിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ എങ്ങനെ എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ മക്കളെ ഡീൽ ചെയ്യുന്നത്. അവരിലുള്ള പോരായ്മയിലേക്ക് നമ്മൾ ഫസ്റ്റ് നോക്കും. അതിനുശേഷമാണ് അവരിലെ നിറവിലേക്ക് നോക്കുന്നത്. കുറവിലേക്ക് നോക്കിയതിന് ശേഷമാണ് അവരുടെ നിറവിലേക്ക് നമ്മൾ നോക്കുന്നത്, അല്ലേ? അപ്പോ നിങ്ങളൊക്കെ ശരിക്കും കണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നവരാണോ, അതല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണോ? വീട്ടിലല്ല. ആ ചിത്രം ഒന്നുകൂടെ വിട്ടുതരുമോ കണക്ക്? ഒന്നുകൂടെ എഴുതാനാ? ആ ഓക്കെ. കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? യെസ്. ബോർഡ് ഇങ്ങനെ നേരത്തെ എഴുതിയ കൗണ്ടല്ല, മാറ്റി എഴുതുകയാണ്. ഓക്കെ, ഇത്രയും മതി തൽക്കാലം. ഓക്കെ, നോട്ട് ചെയ്യാനാണോ ഇത്? ഓക്കെ, നോട്ട് ചെയ്തല്ലോ അല്ലേ? ബോർഡ് ഒഴിവാക്കട്ടെ. യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ സ്ഥിതി. നമ്മളെ മക്കളിലെ പോരായ്മകൾ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ ചെയ്തിട്ട് അത് നമ്മൾ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മക്കളെടുത്തും ഡീല് ചെയ്യുന്നത് എന്നാണ് അല്ലെ? എവിടൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്. അത് നമ്മളെ ഡെയിലി റൊട്ടീനിലാണെങ്കിലും അവരുടെ പഠന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ. പിന്നെ ചില ടീമിന്റെ സീറോ സ്ട്രോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സീറോ സ്ട്രോക്ക് കേട്ടിട്ടുണ്ടോ? യെസ്. എന്ത്? ഓക്കെ, എന്താണ് സീറോ സ്ട്രോക്ക്? അതായത് ഒന്നും പറയൂല്ല, ആക്ഷനിലും ഒന്നും ഉണ്ടാവില്ല, വാക്കിലും ഒന്നും ഉണ്ടാവില്ല. നല്ലതും പറയില്ല, ചീത്തയും പറയില്ല. അതെ, നല്ലതും പറയൂല, ചീത്തയും പറയില്ല. ചിലര് അങ്ങനെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തറിയും, പിന്നെ ഞാൻ ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ചെയ്യണ്ട, ഞാൻ മിണ്ടാതെന്ന കാര്യം കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാണ് ശരിക്കും ഒരു സീറോ സ്ട്രോക്ക്. അവരെന്ത് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ ഒന്നും പ്രതികരിക്കൂല. പക്ഷെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒരു കമന്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. നമ്മളെ ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു കമന്റ് കിട്ടണം, അല്ലെ? ശരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടൊക്കെ നമ്മളെ ബോഡി അപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ വേർഡ്സിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ ബോഡി ഫുൾ ടൈം കമ്മ്യൂണിക്കേഷനിലായിരിക്കും, അല്ലെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളെ വീട്ടില് ഇപ്പൊ ഇളച്ചിമാരോ മുത്തച്ചിമാരോ ഒക്കെ ഉണ്ടാവുമല്ലോ. ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ ഈവൻ നമ്മളെ അമ്മായിയമ്മ ഉമ്മച്ചിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ താഴെ എന്ത് പറയും? ഇനി ഇവിടുന്ന് മിണ്ടരുത് എന്നറിയും, അല്ലേ? എന്നിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ അടുക്കളയിൽ പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കിച്ചണിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോവുക, നമ്മള് ഒന്നും മിണ്ടൂല, ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. എന്നാലോ നമ്മൾ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൗന വ്രതത്തിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിനൊക്കെ ലേശം സൗണ്ട് ഉണ്ടാവും. നമ്മളെ ബോഡി അവിടെ എന്തായിരിക്കും? നമ്മൾ പറയലുണ്ട് സൈക്കോളജിയിൽ കിച്ചൺ മ്യൂസിക് എന്ന് പറയലുണ്ട്. ആ ദേഷ്യം ചിലപ്പോൾ ഭർത്താവിനോട് കുറെ കൊടുക്കേണ്ടിയുണ്ടാവും. അമ്മായിയമ്മ ആണല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ കട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പിന്നെ ബോഡിയിൽ നിറച്ചും എന്തുണ്ടാവും? നല്ല ദേഷ്യം ഉണ്ടാവും, നല്ല ആങ്കർ ഉണ്ടാവും. അമ്മായിയമ്മ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കാണാനെന്നുള്ള ഉണ്ടാവും, അല്ലേ? ഒന്ന് കൊടുക്കാനുള്ള ദേഷ്യമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് നമ്മളെ ഫേസ് കാണുന്ന സമയത്ത് നമ്മളെ ഇൻലോസിനാണെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് ആരാണ് കിച്ചണിലുള്ളത്, ആരോടാണ് നമ്മൾ തെറ്റി നിൽക്കുന്നത്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് അത്രയും ദേഷ്യം അവരോട് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അവരെ ഫേസ് കാണുന്ന സമയത്ത് അവർക്ക് നമ്മളോട് അത്രയും ദേഷ്യം ഉണ്ട് എന്നുള്ളത്. ശരിക്കും അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ബോഡി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ?
അപ്പോ അതാണ് നമ്മൾ എത്ര കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു കഴിഞ്ഞാലും നമ്മളെ ബോഡി, ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന ഇതിലാരെങ്കിലും ബോഡി ലാംഗ്വേജ് പഠിച്ചവരുണ്ട്, അവർക്ക് പെട്ടെന്ന് കത്തുകിട്ടത്. നമ്മൾ ഈവൻ ഒരു കളവ് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾ അത് വിളിച്ചു പറയും. അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കള്ളത്തരങ്ങൾ പിടിക്കാൻ പറ്റിയതാണ് ലവ് ലാംഗ്വേജ്. ഇത് അറിയുന്നവർക്ക് മാത്രമേ ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളെ മക്കളെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, നമ്മളെ മുഖം കണ്ടാൽ നമ്മളെ മക്കൾക്ക് മനസ്സിലാവും നമ്മൾ ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്നുള്ളത്, അല്ലേ? ശരിക്കും അതുപോലെ തന്നെ നമ്മൾ ട്യൂണിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മളെ മക്കൾക്ക് മഴക്കാലാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയും വൈക്കലി എന്ന് പറയും, നമ്മൾ സ്ലിപ്പായി പോലെ മുറ്റത്തൊക്കെ. ഇപ്പൊ നമ്മളെ മക്കളോടാണെങ്കിൽ നമ്മളെ മക്കളോട് നമ്മൾ പറയാം ഇപ്പൊ അങ്ങോട്ട് പോവരുത്, അവിടെ നല്ല വൈക്കൽ, നല്ല സ്ട്രോങ്ങിലാണ് പറയും, ഇപ്പൊ അങ്ങോട്ട് പോവരുത്, അവിടെ നല്ല വൈക്കലുണ്ട്, വീണാൽ എന്നോട് എനിക്ക് നല്ലോണം കിട്ടും എന്നൊക്കെ നമ്മൾ ആദ്യം പറയും. അത് കേൾക്കാതെ മക്കള് പോയി എന്ന് വിചാരിച്ചോളൂ. അത് കേൾക്കാതെ നമ്മൾ വാക്ക് ധിക്കരിച്ചിട്ട് മക്കള് പോയി. കഷ്ടകാലത്തിന് എന്തായി, മക്കൾ അവിടെ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആദ്യം പറയാ, അവര് എനക്കത് കിട്ടണം, ഞാൻ ആദ്യം പറഞ്ഞതനുസരിക്കാതെ പോയതുകൊണ്ട് പഠിച്ചോൻ തന്നതാണ് ഒക്കെ പറയാം നമ്മളില്ലേ, അല്ലേ ദൈവം തന്നതാണ്. പിന്നെ ഇനി പോരാത്തതിന് നമ്മൾ കുറച്ചും കൂടി നമ്മളെ വക ഏഡ് ചെയ്യും. ഇങ്ങനെ വീണെടുത്ത് കിടന്നൊരു ചവിട്ടും തരുന്നില്ലേ, ഒന്നാം കൂടി തരും. ഇനി മര്യാദക്ക് പോയിട്ട് കുളിച്ചിട്ട് വന്നോന്ന്, കുളിച്ചിട്ടല്ലാണ്ട് ഈ പൊരേ കയറണ്ടാന്നറിയും. നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. പറയില്ല, അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയത്ത ധൈര്യം എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഇല്ല, നമ്മൾ പറയുന്നത്. അതേസമയം നിങ്ങളൊന്ന് ചെയ്തു, നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരും, നമ്മളെ മുറ്റത്തേക്ക് വരുന്ന സമയം ഇതേ സംഭവം തന്നെ. രണ്ട് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? വീടിന്റെ അടുത്തുള്ള ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കുക. ഇങ്ങോട്ട് വരണ്ടാന്ന് അവരോട് നമ്മൾ പറയുമോ? സ്ലിപ്പ് ആവുകയെ, ശ്രദ്ധിക്കണേ, സ്ലിപ്പ് ആവുകയെ, ഇവിടെ മുറ്റത്ത് അങ്ങനെ വൈക്കലി ഉള്ളതാണ്, വീണാൽ പണിയാവുക, നല്ല രീതിയിലല്ലേ നമ്മൾ സംസാരിക്കുക. ഇനി കഷ്ടകാലത്തിന് ആ താത്താണെങ്കിൽ ആ ചേച്ചിയാണെങ്കിൽ നമ്മളെ മുറ്റത്ത് അങ്ങോട്ട് വീണെന്ന് വിചാരിച്ചു. രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മക്കള് വീണ സമയത്ത് നമുക്ക് ചവിട്ടി കൂട്ടാനും കുളിച്ചിട്ടല്ലാണ്ട് വീട്ടിലേക്ക് ഇറങ്ങും നമ്മൾ പറഞ്ഞു. ഈ ചേച്ചി വീണാൽ നമ്മൾ പെട്ടെന്ന് ഓടി ചെന്നിട്ട് പോകും, അല്ലേ? എന്നിട്ട് എന്ത് പറയും, എന്തോ പറ്റിയോ, കുറെ നമ്മളെ മുറ്റത്തിനെ കുറച്ച് കുറ്റം പറയും, അല്ലെങ്കിൽ ഈ മുറ്റം അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, താത്തക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ അവര് ചിലപ്പോ വീടിന്റെ അകത്തേക്ക് വരെ കയറ്റിയിട്ട് സോഫയിൽ വരെ ഇരുത്തും, അല്ലേ? അല്ലാതെ നമ്മൾ അവരടുത്ത് പറയോ, ഇങ്ങോട്ട് അപ്പഴേ പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടാന്ന്, ഇനി വീണിക്കുന്നല്ലേ, പോയി വീട്ടിൽ പോയി കുളിച്ചിട്ട് കൊണ്ട് കയറിയാൽ മതി നമ്മൾ പറയോ? അറിയോ നമ്മളെങ്ങനെ? ഒരിക്കലും നമ്മളങ്ങനെ പറയില്ല. ഇതാണ് നമ്മളെ മക്കളും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മക്കളെടുത്ത് പറഞ്ഞില്ല, വീണോ സാരമില്ല, മക്കളായ കുറച്ച് വിഗൊക്കെ ചെയ്യും. ഇന്ന് ചില പേരൻസ് ഉണ്ടാവും ഓടിപ്പോയിട്ട് എടുക്കും, എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടിട്ട് കുളിപ്പിക്കുകയാണെങ്കിലും ആ സമയത്താണെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കും, ഞാൻ എപ്പോഴേ പറഞ്ഞാണെന്ന് പറയെങ്കിൽ കൂടിയിട്ട് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് ചെയ്യും. ഇതൊക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് ശരിക്കും ട്യൂണിങ് എന്ന് പറഞ്ഞാൽ, അല്ലെ? ഒരേ വാക്ക് തന്നെ രണ്ട് സിറ്റുവേഷനിലും വിവിധതരം ആളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ മക്കളെ എടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും. ചിലർ പേരൻസ് പറഞ്ഞിട്ട് ഇത്ര പറഞ്ഞാലും കേൾക്കൂല എന്നുള്ളത്. ശരിക്കും നമ്മളെ മക്കള് അനുസരണ ഇല്ലാത്തവരാണ്. നിങ്ങൾ നമ്മളെ പറ്റി തന്നെ ചിന്തിച്ചു നോക്കി. നമ്മളിപ്പോ ഒരാളെ അനുസരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ വേറൊരാളെ അനുസരിക്കണം, അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. വെറുതെ ഇപ്പൊ ഒരാൾ പറയുന്നത് നമ്മൾ അങ്ങോട്ട് കേൾക്കുമോ? ഒന്നെങ്കിൽ നമ്മളെ അവരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നവർ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെ നമ്മൾ അനുസരിക്കല്ലേ. പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ അമ്മായിയമ്മ പറയാണ്, ഇന്ന് പോയിട്ട് മുറ്റടിച്ചിട്ട് പാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വിട്ടുകൊടുക്കും. അത് ഫസ്റ്റ് നമുക്കൊരു ചിന്ത ഉണ്ടാവും, ഞാൻ ഇതാണ് വിചാരിച്ചത്, അത് ചെയ്തിട്ടേ ഞാനത് ചെയ്യുന്നുള്ളത്. നേരെ മറിച്ച് ആര് നമ്മളെ ഇൻലോസുമായിട്ടും നമ്മളെ ഭർത്താക്കന്മാരും നല്ല റിലേഷൻ ആണെങ്കിൽ എന്താ ചെയ്യാം, അവര് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അനുസരിക്കും, അല്ലേ? ഇതുപോലെ തന്നെയാണ് മക്കളും. അനുസരണല്ല എന്ന് നമ്മൾ പറയുന്നത്, നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം മക്കൾക്ക് എന്തുണ്ടാവില്ല, അനുസരണശീലം ഉണ്ടാവില്ല, അല്ലെ? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? നമ്മളെ വേർഡ്സ്, നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ട്യൂണിങ്. ഇത് 3 നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മക്കളെ അടുത്ത് ഇടപെടുകയാണെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും മക്കൾ ഓക്കെ ആയിട്ട് ഇരിക്കും, ഇല്ലേ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ?
നമ്മൾ അങ്ങോട്ട് പറയാനുള്ളത് അങ്ങോട്ട് പറയും. ആരോടാണെങ്കിലും വെട്ടി തുറന്നിട്ട് നമ്മൾ പറയും. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഏത് രൂപത്തിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് കേൾക്കുന്ന സമയത്ത് മക്കൾക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഒന്ന് ചേർത്ത് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ ചില മക്കൾക്ക് എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ഒന്ന് നോക്കിയാൽ മതിയോ അല്ലേ? ആ ഒരു നോട്ടം കിട്ടാൻ നമ്മളെ മക്കൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മക്കളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. സ്കൂളിലാണല്ലോ. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, മക്കള് നമ്മളെ കൂടെ ഇപ്പൊ വെക്കേഷൻ ആണെങ്കിൽ നമ്മളെ കൂടെ 24 hours നമ്മളെ മക്കളുടെ. ചില മക്കള് പറയുന്നേക്കാം, എനിക്ക് ഉമ്മനെയും കാട്ടിയും ഇഷ്ടം മിസ്സിനാണെന്ന് പറയും അല്ലേ? നമ്മൾ തന്നെ കേൾക്കലുണ്ടാവും, എനിക്ക് സജിന മിസ്സിനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ജാസ്മിൻ മിസ്സിനാണ് ഇഷ്ടം. എന്തുകൊണ്ടാ മക്കള് നമ്മളെ ഇഷ്ടം എന്ന് പറയാത്തത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? നമ്മളെ മക്കൾക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് അവര് പറയുന്നത് കേൾക്കാൻ നമുക്ക് നല്ല താല്പര്യം ഉണ്ടാവില്ലേ? ഈ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം സ്കൂളിൽ ചെലവഴിക്കുന്ന ആ മിസ്സുമാരാണ് നമ്മളെ മക്കളെ എപ്പോഴും പറയാ, അവരെ എനിക്ക് ഇഷ്ടം, ആ മിസ്സിന്റെ മോളായാൽ മതിയായിരുന്നു, ആ മിസ്സിന്റെ മോനായാൽ മതിയായിരുന്നു അല്ലെ, ഉമ്മച്ചിനെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ മക്കളെ പലപ്പോഴും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ആ കുഞ്ഞു മനസ്സിൽ ഇടം നേടാൻ ആ അധ്യാപകർക്ക് പറ്റുന്നുണ്ടെങ്കിൽ 24 hours നമ്മളെ കൂടെ നിൽക്കുന്ന മക്കളെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റൂലേ? ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ? ഞാനാണെങ്കിലും ഞാനിപ്പോ റെമഡിയൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും അവിടെ ട്യൂഷൻ എടുക്കാം. നമുക്ക് അധികം ഇപ്പോൾ സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്കൂളുള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് 7:30 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 7 o'clock മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്ര കുട്ടികളെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് ട്യൂഷൻ കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് സാലറി അവർ തരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറഞ്ഞ കുട്ടികളെ മാത്രമേ ട്യൂഷൻ എടുക്കാറുള്ളൂ, ക്ലാസ് കൊടുക്കാറുള്ളൂ. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു മോള് മാത്രമേ ഉള്ളൂ, അവൾക്ക് കളിക്കാൻ വേറെ ആരുമില്ല. ഇപ്പൊ കുറച്ച് സമയക്കുള്ള ഉള്ളപ്പോൾ അവക്കുട്ടികളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, എന്റെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ ഓളെ ചൈൽഡ്ഹുഡ് എന്റെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനപൂർവ്വം ആ കോർഡിനേറ്റർ അടുത്ത് അവിടുത്തെ മാനേജർ അടുത്തൊക്കെ പറഞ്ഞു, എനിക്ക് എന്റെ മോളെടുത്ത് കുറച്ച് സമയം കളിക്കണം. കാരണം ഓൾമോസ്റ്റ് ടൈം അവർ സ്കൂളിലാണല്ലോ. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും, അവർക്ക് നമ്മളെ അടുത്ത് ഷെയർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ടൈം രാത്രി നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവലുണ്ട്, നമ്മൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്താം. നമുക്ക് തിരക്കുണ്ടാവും, എല്ലാവർക്കും തിരക്കുണ്ടാവും. രാവിലെ മുതൽ രാത്രി വരെ സ്ത്രീകൾക്ക് തിരക്കാണ്. രാവിലെ 5:30 കിച്ചണിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ, അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സമയം ഉണ്ടാവും നമുക്കൊരു ഗ്യാപ്പ് ഒന്ന് ഊര നിർത്താനില്ലേ. അതിന്റെ പിന്നെയും നമ്മൾ സ്വിച്ച് ഓൺ ആയി, പിന്നെയും സ്വിച്ച് ഓഫ്, പിന്നെ രാത്രിയാണ് നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ആവുക. അതിന്റെ ഇടയ്ക്ക് എന്താ പറയുക, ഭർത്താക്കന്മാരോട് വരെ നല്ല രീതിയിൽ ഉണ്ടായാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അതിന്റെ ഇടയ്ക്ക് പിന്നെ മക്കളോടും കൂടി അവരെ കഥ കൂടി കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവുമോ? പക്ഷെ സമയം കണ്ടെത്തണം എന്നുള്ളതാണല്ലോ, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മളെ മക്കള് എന്തെങ്കിലും വിഷയത്തിൽ ഹോംവർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയി അവരോട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹോംവർക്ക് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഹോംവർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പൊ ഒരു 5 വരി എഴുതാനുണ്ടെങ്കിൽ ഒരു 4 വരി മക്കൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവരുടെ പോയി പറയാം, ഇത്രയും സമയമായിട്ടും 5 വരി എന്നെ കൊണ്ട് എഴുതാനായില്ലേ അല്ലേ, ഈ ആരെ കാത്തുന്നേനും എവിടെ നോക്കുന്നേനും ഇതൊക്കെ നമ്മൾ ചോദിക്കൂ. ആ 4 വരി എഴുതിയതിന് ആ മക്കൾക്ക് ഒരു പോസിറ്റീവ് ആ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയലുണ്ടോ മക്കളെടുത്ത്? എന്നാലും വെച്ചിന്റെ മോൻ 4 വരി എഴുതിയല്ലോ ഈ സമയം കൊണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റലുണ്ടോ? പറ്റലുണ്ടോ? ഇല്ല. എന്നാ ഇന്ന് മുതൽ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നമ്മളെ മക്കളെ ക്വാളിറ്റി ഒന്ന് എടുത്ത് പറഞ്ഞു നോക്കുക അവരുടെ. എങ്കിലും മക്കളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, എനിക്ക് ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമാണ്, ഉമ്മച്ചിന്റെ മോൻ അത് ചെയ്തിരിക്കുന്നെങ്കിലും ആ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനൊന്ന് തിരുത്തി കൊടുക്കുക. അവരൊന്ന് ഈ 6 വയസ്സുള്ള മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുക്കാൻ. എന്റെ മോളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലിൽ നിൽക്കൂടി ഇങ്ങനെ ചെയ്യും. 8 വയസ്സാണ് ആൾക്ക്. എന്നാലും ഞാൻ എടുത്തിട്ട് പോകും. ചിലപ്പോൾ പറയും മോളെ കെട്ടിക്കാനായിരിക്കുന്നൊക്കെ പറയും. എന്നാലും പിന്നെ അവർക്ക് ഇഷ്ടമാണല്ലോ എടുക്കുന്നത്. ആ ടച്ചിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് ഒരു പ്രായം എന്താ പറയുക, ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തേക്കും നമുക്ക് മക്കളെ എടുക്കാനൊക്കെ ഒരു മടി തോന്നും, അവരെ കിസ് ചെയ്യാൻ ഒരു മടി തോന്നും അല്ലെ. ഇപ്പോഴും ഉമ്മമാര് പിന്നെ സ്കൂളിൽ അയക്കുന്ന സമയത്ത് ഇവിടെ ഉമ്മ കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ടോ മക്കൾക്ക്? ഉമ്മ കൊടുത്ത് സലാം പറഞ്ഞ് അല്ലെങ്കിൽ നല്ലൊരു വിഷ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്ന പാരന്റ്സ് ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. ആ ഒരു എന്താ പറയാ, ആ ഒരു കിസ് എന്ന് പറഞ്ഞാല് വരുന്നവരേക്കും അവർക്കുള്ള ഒരു സ്ട്രോക്ക് ആയിരിക്കും, അവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലെ, ഒരു എനർജി ആയിരിക്കും അവർക്ക്. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനിപ്പോ നമ്മളെ ഭർത്താക്കന്മാർക്കായിക്കോട്ടെ നമ്മളെ മക്കൾക്കായിക്കോട്ടെ ഒക്കെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക.
അല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളെ ഈ കുറഞ്ഞ സമയത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. പക്ഷെ നമ്മളെ ലൈഫിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളെ മക്കളെ കാര്യത്തിലാണെങ്കിലും പഠന കാര്യത്തിലാണെങ്കിലും നമ്മൾ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും മക്കളുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം അവര് ഹൃദയം നമ്മളെ കയ്യിലിരിക്കും. അല്ലേ? പിന്നെ നമുക്ക് കുറേ പരാതികൾ അങ്ങോട്ട് തീരും. മക്കൾ അങ്ങനെ ചെയ്യുന്നില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, കുറേ ഉണ്ടാവും കെട്ടുകണക്കിന് പരാതികൾ. നമ്മളെ സ്ഥാനത്തേക്ക് അവരൊന്ന് വെച്ച് നോക്കിയാൽ മതി. അല്ലേ? നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചില പാരന്റ്സിന് ഒരു തോട്ട് ഉണ്ടാവും, നമ്മൾ പറയുന്നത് ഒക്കെ അനുസരിക്കേണ്ട ഒരു യന്ത്രമാണ് മക്കൾ എന്നുള്ളത്. അതൊരിക്കലും നടക്കുന്ന കാര്യമായിരിക്കില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളടുത്ത് ഒരാൾ പറയാം ഇത്ര ടൈമിന് എണീക്കണം, ഇത്ര ടൈമിന് ഫുഡ് കഴിക്കണം, ഇത്ര ടൈമിന് പിന്നെ എന്താ പറയാ പഠിക്കണം, ഇത്ര സമയത്ത് നിസ്കരിക്കണം എന്നൊക്കെ നമ്മളടുത്ത് ഫുൾ ഒരാൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് വിട്ടുകൊടുക്കുവോ? അല്ലേ? അതുപോലെ തന്നെയാണ് മക്കളെ കാര്യം. അവർക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വിചാരിക്കുക ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇത്ര സമയത്ത് ഈ സമയത്ത് കുളിക്കണം, ഈ ഡ്രസ്സേ ഇടാവൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ശരിക്കും അത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ടോയ്സിന് മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. ബാറ്ററി ഇട്ട് കൊടുത്താൽ മതി. അല്ലേ? അതേസമയം ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ അയച്ചു വിടണമെന്നല്ല. ഞാൻ ഫീലിംഗ് സോൺ എന്ന ട്രെയിനിങ് സെന്ററിൽ നമ്മളെ ഒരു സാർ ഉണ്ട്. ഞാൻ സാറിന്റെ കീഴിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. അതാവുള്ള സാറിന് വരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അതാവുള്ള സാറിന് അറിയാം. ഓക്കെ. അപ്പൊ സാർ എപ്പോഴും പറയും നമ്മളെ ബന്ധങ്ങൾ എന്ന് പറയാൻ, അതിപ്പോ ഭർത്താക്കന്മാരായിക്കോട്ടെ, ഇനിയിപ്പോ നമ്മൾ ഏത് റിലേഷൻ, നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങോട്ട് മുറുക്കി പിടിക്കരുത് എന്ന് പറയും സാറ്. മുറുക്കി പിടിച്ചാൽ എന്താവും? ഒരു കിളിയാകുമ്പോ ചത്തു പോകും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹീലിംഗ് സോണിൽ ഉണ്ടല്ലേ? പക്ഷെ അടിപൊളി. ഓക്കെ, അതുപോലെ തന്നെ സാർ എന്താ പറയല്, നമ്മളങ്ങോട്ട് കൈ നന്നായിട്ട് തുറന്നു വിടരുത് പറയാം. തുറന്നു വിട്ടാൽ എന്താവും? പറന്നു പോകും. അതേസമയം നമ്മൾ എങ്ങനെ പിടിക്കണം? ഒരു ന്യൂട്രലിൽ പിടിക്കണം എന്ന് പറയുന്നത് സാർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. വല്ലാണ്ട് അങ്ങോട്ട് മുറുക്കിയും പിടിക്കരുത്, വല്ലാണ്ട് അങ്ങോട്ട് അയച്ചും പിടിക്കരുത്. നമ്മളൊരു ന്യൂട്രലിൽ പിടിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പട്ടം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു തുമ്പ് നമ്മളെ കയ്യിലുണ്ടായാൽ മതി. മക്കളെ ശരിക്കും പറക്കാൻ നമ്മൾ വിടണം എന്നുള്ളതാണ്. നമ്മളെ മക്കള് നമ്മളങ്ങോട്ട് പറയാന്നുള്ളത് ശരിക്കും നമ്മളെ മക്കളാണോ? നമ്മളൊരു നിമിത്തമായിരുന്നേ ഉള്ളൂ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു റൂട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അസറ്റാണ്, അല്ലെങ്കിൽ ഒരു നിധിയാണ് നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാലേ. എന്നാലും നമ്മൾ പറയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യണം. മക്കളോട് നമ്മൾ എപ്പോഴെങ്കിലും അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്ത ചരിത്രം ഉണ്ടാവും. ഞാനത് ഇപ്പൊ എന്റെ മോളത്ത് ഞാനത് പ്രാക്ടീസ് ചെയ്തതാണ്. ഈ അത് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ അവളത് ചെയ്യൂല. അത് ചെയ്യുമെന്ന് റിക്വസ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാല് എന്താക്കും? അവര് ചെയ്യും അത്. അല്ലേ? ഇതൊക്കെ റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് രൂപത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മക്കള് കേൾക്കും. ശരിക്കും ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ചില പാരന്റ്സ് മക്കളെ എടുത്ത് പറയും, ഞാനോ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, എന്തെങ്കിലും നന്നായി കിട്ടണമെന്ന് പറയും. നമ്മളൊക്കെ പറയലുണ്ടാവും അങ്ങനെ. ശരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. അല്ലേ? ഞാൻ മോശാണ്, അല്ലെങ്കിൽ ഉമ്മന്റെ കുട്ടി നന്നായിപ്പോ ഉമ്മ മോശാണ് എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. ഞാനോ ഏതായാലും ഇങ്ങനെയായി എന്ന് പറയുന്ന സമയത്തിലെ അപ്പൊ മക്കൾ എന്തെങ്കിലും വിചാരിക്കുക, നമുക്ക് എന്തെങ്കിലും കുഴപ്പം, പിന്നെ എങ്ങനെയാവണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാനും ഏതായാലും ഇങ്ങനെയായി എന്ന് പറയും. ഇങ്ങനെയായി എന്ന് പറയാൻ അവിടെ ക്ലിയറൻസ് നമ്മൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്നില്ല എങ്ങനെയാവണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ഇപ്പൊ ഏത് മക്കളാണെങ്കിലും എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉപ്പയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയണം നമ്മൾ. നമ്മളെ മക്കളെ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ പറയണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളടുത്ത്, നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് പിന്നെ എന്നെ പോലെ ആവണം എന്റെ കുട്ടി എന്നുള്ളത്, എന്നെ കണ്ടു പഠിക്കണം എന്റെ കുട്ടി എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു പാരന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ആരുമില്ല, ആർക്കും ധൈര്യമില്ല. ഇല്ല. അപ്പൊ ആ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിക്ക, നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാറുണ്ട് മാം, മക്കൾക്ക് പറയാറുണ്ട്. ഇങ്ങനെ പോലെ ആവണമെന്ന് ചിലര് പറയും. കുറെ ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ ഉണ്ടല്ലോ, ഇങ്ങനെ പറയാൻ പറ്റൂട്ടോ. അത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണ്. അതായത് ഉമ്മന്റെ കാലത്തൊന്നും ഇങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു, എന്നിട്ടും ഉമ്മ പഠിച്ച് അല്ലെങ്കിൽ ഒരു നിലയിലെത്തി, അല്ലെങ്കിൽ കുറെ പരാജയങ്ങൾ വന്ന സമയത്ത്
അതിനൊക്കെ ഓവർകം ചെയ്ത് ധൈര്യപൂർവ്വം ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതേസമയം അതിലൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാല് ഞാനോ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു നെഗറ്റീവ് തോട്ട് അവിടെ വരും. നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതായിട്ട് വരിക അല്ലേ? അപ്പൊ നമ്മളെ മക്കളെ അടുത്ത് നമുക്ക് പറയാൻ പറ്റണം, നാളെ ഇന്നെ പോലെ ആവണം എന്റെ കുട്ടി എന്നുള്ളത്. അതിന് നമുക്ക് കുറച്ചൊന്നും വായ്പുണ്ടായിരുന്നു ഇല്ലേ? നമ്മളൊന്ന് ഫോർവേഡ് ആവുക, കുറച്ച് നന്നായിട്ട് സംസാരിക്കാനൊക്കെ നമ്മളൊന്ന് മുന്നോട്ട് വരിക, എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ അധിക പാരന്റ്സും കുഞ്ഞു മക്കളും ആണെങ്കിൽ പഠിക്കുന്നവരായിരിക്കും. നമുക്ക് കുറെ ബുക്ക് നമുക്കും ഉണ്ടാവും, കുറച്ച് ബുക്കും എന്താ പറയാ നമ്മളെ മക്കൾക്കും ഉണ്ടാവും അല്ലേ? അപ്പൊ അവരെ മുന്നിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുക, അവർക്ക് എന്തെങ്കിലും ഫെയിലിയർ വരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ചേർത്ത് നിർത്തുക, അവരെ ഹഗ് ചെയ്യുക. അത് ഏത് പ്രായത്തിലുള്ള മക്കളാണെങ്കിലും അതൊക്കെ നമ്മളെ പോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മളെ മക്കളെ നാളെ എന്താ പറയുക, സമൂഹത്തിന് മുന്നിലും ഒരുപാട് പുസ്തകത്താളിലും ഒക്കെ അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റേണ്ടതുണ്ട് അല്ലെ? നമ്മുടെ മക്കളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അവർക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. അതിന് നമ്മളൊരു റോൾ മോഡൽ ആയിട്ട് ഇരിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഇടപെടലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഈ 3 സ്റ്റേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നമ്മളെ ട്യൂണിങ്ങും, നമ്മളെ വേർഡ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇത് വെച്ചിട്ട് നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഡീൽ ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മളെ ടൈം ആയിട്ടുണ്ട് അല്ലേ? 1 hour ആവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് നമ്മളെ മുന്നിൽ നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞല്ലോ. നമ്മള് കുട്ടികളുടെ അടുത്ത് പറയുന്നതിനേക്കാൾ ഏറെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുക. എന്ത് കാര്യം എങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളെ ലൈഫിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവര് ഫോളോ ചെയ്യും. അതെ അതെ, നമ്മൾ കാണിച്ചു കൊടുക്കുക. അധികം നമ്മൾ അങ്ങനെയാണല്ലോ, കണ്ട് പഠിക്കുന്ന സമയത്താണല്ലോ കൂടുതൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. മാക്സിമം നമ്മൾ കാണിച്ചു കൊടുക്കുക. ഈ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാച്ചിങ് കപ്പാസിറ്റി കാണുന്നതായിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇങ്ങനെ വേർഡ്സിന്റെ എക്സാമ്പിൾ എന്താണെന്നോ നിങ്ങൾ വോയിസിൽ വരുമോ? നിങ്ങൾക്ക് വോയിസിൽ വന്ന് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വേർഡ്സിന്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേർഡ്സിലൂടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വിദ്യ എന്ന് പറഞ്ഞവരാണ് ചോദിച്ചത്. അതെ, ഓക്കെ. വേർഡ്സിലൂടെ നമ്മൾ ഈ രീതിയിൽ തന്നെ സംസാരിക്കുക. നമ്മളിപ്പോ വേർഡ്സിലൂടെ മാത്രമല്ല, നമ്മളെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ 3 ടേണിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ വേർഡ്സിലൂടെ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അവരടുത്ത് സംസാരിക്കുക, അവരെ കണ്ണിൽ നോക്കിയിട്ട്, അല്ലെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അവരുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുക. നല്ല കോൺഫിഡൻസ് ഉണ്ടാവും മക്കൾക്ക് അല്ലെ? അവർക്ക് ഒന്നുകൂടി ബ്രൈറ്റ് ആവാൻ വേണ്ടി പറ്റും. നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ കണ്ണിൽ നോക്കിയിട്ട് ഉമ്മച്ചിന്റെ മോനെ ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമാണ്, ഉമ്മച്ചിന്റെ മോനെ കിട്ടിയത് ഉമ്മച്ചിന്റെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക. സൗണ്ട് വെച്ചിട്ട് സംസാരിക്കുക, അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അതാണ് ശരിക്കും വേർഡ്സിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും കുറവാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ടച്ച് ചെയ്ത് സംസാരിക്കുമ്പോഴും അതിനും പ്രത്യേകമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, ടച്ചിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? ഗ്രൂപ്പ് ഉണ്ടോ മാം ഫീഡ്ബാക്ക് പറയുന്നേ? ഉണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരാണോ? എല്ലാരും എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യുന്നവരാണോ? ഞാൻ ട്രെയിനറാണ്. ഇപ്പോ ഫൈസൽ സാറിന്റെ ഒരു കോഴ്സിൽ ട്രെയിനറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീലിംഗ് സോണിലുണ്ട്. സുഹൈന മാമിന് എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ നബില മാം പറഞ്ഞപ്പോഴൊന്നും എനിക്ക് അങ്ങോട്ട് കത്തിയില്ല. ചിരി കേട്ടപ്പം മനസ്സിലായി. ചിരിയിൽ വെച്ചാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു. ഓക്കെ, ഹീലിംഗ് സോണിലുണ്ട്, മൈൻഡ് മാസ്റ്ററിയിലുണ്ട്. സുഹൈന മാം ആണ് എന്നുള്ളത് ഇതിലുണ്ട് എന്നുള്ള ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഓക്കെ, എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ചാൻസ് ആണ്. ഞാന് കുറച്ചായിട്ട് പിങ്ക് ജോബിന്റെ ഇതിലുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പ് ഒന്നും കലക്ട് അടിച്ച് പോയില്ലേ. ഒരുപാട് ഗ്രൂപ്പ് ഹീലിംഗ് സോണിന്റെ ഗ്രൂപ്പ് ഒരുപാട് എല്ലാം ഉണ്ടായപ്പോ പ്രൊഡക്റ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതില് പിക്ചർ വന്ന സമയത്ത് മൈൻഡ് മാസ്റ്ററിയിൽ പിക്ചർ വന്ന സമയത്ത് ഇതിലാണോ നോക്കി പിന്നെ
നബീല മാമിന്റെ സ്റ്റാറ്റസ് കൂടെ കണ്ടു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ആളെ തന്നെയാണ്. ഓക്കെ എനിക്ക് ഈ നിങ്ങൾ ഒരു സൗണ്ട് കണ്ടപ്പോ മനസ്സിലായി. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നിങ്ങളാരും കേട്ട പാടുന്ന ഓടി കയറിയതാ. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു ഫുഡ് കൊണ്ട് കൊടുക്കാൻ. അവിടെ പോയി കൊടുത്ത് അവിടെ നിന്ന് തുറന്നു വെച്ചു. പിന്നെ ബാക്കി കൂടുതൽ സമയം അവിടെ നിന്നില്ല, കുറച്ച് നിൽക്കേണ്ടി വന്നു. കാരണം ഒരു വാവനെ കാണാനില്ല. അപ്പൊ വാവനെയും കൊണ്ട് ഡോക്ടർ എടുത്ത് പോയി. വരുന്ന വരെ കുറച്ച് നിൽക്കേണ്ടി വന്നു. ഏതായാലും വന്ന പാട് വേഗം കേറി. ഓക്കെ ഓക്കെ താങ്ക് യു. പിന്നെ ഇവിടെ റെക്കോർഡ് സംസാരിക്കട്ടെ, 5 മിനിറ്റ്, ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മളെ മുന്നിൽ. നിങ്ങൾക്ക് ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്? കിട്ടാത്ത അറിയുന്നവർക്കൊക്കെ പറയാം, നിങ്ങൾക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെ എന്താ പറയാ, നമുക്ക് ഭയമുള്ള സംഭവത്തിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. സംസാരിക്കാൻ ധൈര്യം ഇല്ലാത്തവർ ഇവിടൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് ഇവരൊക്കെ തരുന്ന ഒരു അവസരമാണ് ഇതൊക്കെ. ഓക്കെ, ഞാൻ ഉമൈറ എന്ന് പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഉമൈറ. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഇതിപ്പോ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ പാരന്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരുന്ന ഒന്നല്ല. നമ്മളിപ്പോ ഇത് തന്നെ 3ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞത് ഒരു തുള്ളി മാത്രം, ഒരു തുള്ളി എന്നും പറയാൻ വേണ്ടി പറ്റില്ല. 2 പോയിന്റേ പറഞ്ഞു, പക്ഷേ നമുക്ക് നമ്മളെ ടൈം 1 hour ആയി. വിദേശ രാജ്യങ്ങളിൽ കുറെ കാലം മുന്നേ തന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ കൊടുക്കുന്ന സാധനമാണ്. പാരന്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ പ്രത്യേകം ഉണ്ട്. അവിടെയുള്ള കുട്ടികളെ ഒരു അടി അടിക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം അവരൊരു മൈനറായ പൗരനാക്കിയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കാൻ പാടില്ല. പക്ഷെ നമ്മളാണെങ്കിലോ, പക്ഷെ ഇന്ന് ആ ഒരു നിയമമൊക്കെ ഇവിടെയും വന്നു തുടങ്ങും. അമ്മമാരെ അടിച്ചാൽ കുട്ടികൾ തന്നെ പറയും, ഞങ്ങൾ പോലീസിനെ വിളിച്ച് പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും എന്നൊക്കെ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ മോനെ ട്യൂഷന് പോണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്റെ മോൻ പറഞ്ഞു, ട്യൂഷന് കൊണ്ടാക്കിയ അമ്മച്ചിയെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഞാൻ മദ്രസയിൽ പോകുന്നത്, ഞാൻ സ്കൂളിൽ പോകണം, ഇനി ട്യൂഷനും പോകണോന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല. അവൻ അത്യാവശ്യം പഠിക്കും. പിന്നെ ഒരുപാട് മാർക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കാറുമില്ല. ടീച്ചറിന്റെ അടുത്ത് പറയും, ഒന്ന് ഇങ്ങനെ പറഞ്ഞു വിടണേന്ന് ടീച്ചർമാരെ കൊണ്ട് ഞാൻ പറയിക്കും. കാരണം ഇവർക്ക് പഠിക്കണമെന്ന് പറയണത് അവന് ദേഷ്യമാണ്, ഇഷ്ടമില്ല. ബാക്കി എന്തും ചെയ്യും, പക്ഷെ പഠിക്കെന്ന് പറയുന്നത് അവന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യാനും പോകില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബോഡി പാർട്ടൊക്കെ പഠിപ്പിക്കാം. അടുത്തിരുത്തി കുത്തിയിട്ട് പഠിപ്പിക്കണ്ട. നമ്മൾ കുളിപ്പിക്കാനൊക്കെ കൊണ്ട് കയറുമ്പോൾ ഓരോ ബോഡി പാർട്ടായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാം. പറയുന്ന സമയത്ത് നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ബോഡി പാർട്ടിന്റെ വാക്കുകൾ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾ അറിയാതെ എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർ പഠിക്കുകയും ചെയ്യും. നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർ വരൂല. 3ാമത്തെ ദിവസം അവർ ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മളെ സോപ്പ് വീണ നീറുന്നത് അതിന് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയുമ്പോൾ അവർ ഐ എന്ന് തന്നെ പറയും. അപ്പൊ അങ്ങനെ ഓരോ ട്രിക്കുകൾ യൂസ് ചെയ്ത് ഓരോ പോർഷനിൽ സോപ്പ് തേക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ബോഡി പാർട്ടുകൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്റെ മോനെ അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചെടുത്തത്. അല്ലാതെ പുസ്തകം പെന്നും കൊണ്ട് അപ്പൊ ഇരിക്കില്ല. പിന്നെ ഫസ്റ്റ് ഈ സ്കൂളൊക്കെ അടച്ച സമയത്ത് ആദ്യത്തെ ഓൺലൈൻ ക്ലാസ് ഒരു ദിവസം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എത്തി നോക്കി. 3ന്റെ അന്ന് മുതൽ അവ ഇരുന്നില്ല. ഞാൻ പുറകെ പോയി. ഈ ഫോണും ഇവര് തറയിലൊക്കെ കിടന്ന് ഉരുളുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. അവസാനം ഈ ഫോണും കൊണ്ട് ഇപ്പം ഫോണെടുത്തൊക്കെ ഞാൻ പോവാണ്. തറയിൽ പോകുമ്പോ അവിടെ കിടന്നും കട്ടിൽ കയറും. ഈ ഫോണും കൊണ്ട് ഇവൻ ഫോണെടുത്തൊക്കെ ഇതേപോലെ ഞാൻ മുട്ടിലിഴയാണ്. അവസാനമായപ്പോ ഞാൻ തളർന്ന് ശ്വാസം ഇങ്ങനെ കിതയ്ക്കാൻ തുടങ്ങി. അവരെന്തും കാണിക്കുമല്ലോ, അതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ എന്നാണോ സ്കൂള് തുടങ്ങുന്നത് അന്ന് കൊണ്ടുവരാം. അതോടെ ഞാൻ വെച്ച് കെട്ടിയ ഇത് ക്ലാസ്. കാരണം അവരിയ്ക്കില്ല, ഡെസ്കിന്റെ അടിയില് അങ്ങനെയൊക്കെ ആയിരിക്കും. ചില കുട്ടികളെ നമുക്ക് പഠിക്കാൻ ഇരിക്കാത്തതിന്റെ പിന്നിലും കുറെ കാരണങ്ങൾ ഉണ്ടാവും. ചില മക്കൾക്ക് പഠിക്കാനും ഇരിക്കാത്തതിന് താല്പര്യം ഇല്ലാത്തതിന് കുറെ റീസൺസ് പിറകിലുണ്ടാവും. നമ്മൾ എന്താ പറയാ, നമ്മളെ ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ പറയും പഠിക്കാൻ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള സംഭവം. അപ്പൊ നമ്മൾ റെമഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോ കുട്ടിക്കും അതിൻ്റെതായ റീസൺ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുക. ചില മക്കൾക്ക് ബ്രെയിനിൽ ഇങ്ങോട്ട് വരൂല, ചില മക്കൾക്ക് ബ്രെയിനിൽ ഉണ്ടാവും പക്ഷെ പേപ്പറിലേക്ക് വരില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾക്കിപ്പോ ആ ഒരു പേപ്പറിലും വരും, ഫുൾ മാർക്കും വാങ്ങിക്കും. പക്ഷെ പഠിക്കാൻ ഇരിക്കാൻ ഇഷ്ടമില്ല. പഠിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഹൈ ആണ്. നല്ലതുപോലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും എല്ലാ സാധനവും, പെട്ടെന്ന് ബ്രെയിനിലോട്ട് കയറും, പഠിക്കുകയും ചെയ്യും, ക്ലാസ്സിൽ ശ്രദ്ധിക്കും. പക്ഷെ എഴുതുന്നത് ഇഷ്ടമേ അല്ല. അപ്പൊ ഞാൻ ടീച്ചറുടെ അടുത്ത് തന്നെ പറഞ്ഞു, ടീച്ചർ ഒരു പേജ് കൂടുതൽ എഴുതി വിടണ്ട,
കാരണം ഇവിടെ വന്നിട്ട് എഴുതൂല, പോകുന്നതിന്റെ അന്നായിരിക്കും ചിലപ്പോ എഴുതുന്നതൊക്കെ. പിന്നെ കൈ പിടിച്ച് എഴുതിക്കോ കൊടുക്കുമ്പോഴത്തേക്ക് അതും പറ്റൂല, ടീച്ചർ വഴക്കുറയെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ വളരെ ഒരു പളുങ്ക് പാത്രം പോലെയാണ് നമ്മുടെ മക്കള്. വേണ്ട വിധം സൂക്ഷിച്ചാൽ അത് നമുക്ക് ഒരുപാട് കാലം കൊണ്ടുപോവാം. പക്ഷെ കയ്യിൽ നിന്ന് വീണു പോയാ പോയതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ടോപ്പിക്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കുക. റിസൾട്ട് ഉറപ്പാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളെ മക്കളെ ട്രീറ്റ് ചെയ്യുന്നത് അറിയാത്ത കാര്യങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ സ്ട്രോക്കുകളൊക്കെ അറിയാം, പക്ഷെ നെഗറ്റീവ് സ്ട്രോക്ക് എന്താണെന്നൊന്നും അതും അറിയായിരുന്നു. പക്ഷെ സംസാരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സ്ട്രോക്ക് എന്താണെന്നുള്ളത് ഇത് ഇപ്പോഴാണ് പിടികിട്ടിയത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നമ്മൾ കേട്ട് മറന്നു പോയ കാര്യങ്ങളായാലും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത്, ഇതുപോലുള്ള ക്ലാസ്സിൽ ഇരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നോ അത്രത്തോളം നമുക്കത് പ്രാക്ടീസ് ആക്കാം. പിന്നീട് നമുക്ക് തോന്നും. ഫസ്റ്റ് ക്ലാസ്സിലൊന്നും അതിനൊരു തോന്നൽ വന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ആകുമ്പോൾ അത് വരും. എന്തായാലും സുഹൈന മാം വളരെ താങ്ക്സ്. എന്റെയും അതുപോലെ പിങ്ക് ജോബിന്റെയും ടീം, എല്ലാ ടീമിന്റെയും പേരിൽ പ്രത്യേകം താങ്ക്സ് പറയുന്നു. അതുപോലെ ഇവിടെ വന്ന് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരോടും ഇനിയും ഇതുപോലെ ഓരോ ടോപ്പിക്കായിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ചൊവ്വാഴ്ചയായിരിക്കും അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ഉണ്ടാവണം. അതുപോലെ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടാവും. മാക്സിമം നിങ്ങൾ അറിയുന്ന പാരന്റ്സിലേക്കൊക്കെ അതിന്റെ റെക്കോർഡ് എത്തിക്കാൻ നോക്കുക. ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ, ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. എനിവേ താങ്ക് യു ഫോർ ഓൾ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണാം. നമ്മൾ 100 days ചലഞ്ച് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഏതെങ്കിലും ലൈവിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.